ഉച്ച കഴിഞ്ഞ് നല്ല മഴ. നല്ല മഴയത്ത് ഒരു ചൂട് പായസം കുടിച്ചാലോ എന്നൊരു തോന്നൽ. അപ്പം ഒരു പായസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് അരി ഉണക്കലരിയും കുറച്ച് ചെറുപയർ പരിപ്പിരുന്നു. ചെറുപയർ പരിപ്പ്, ഉണക്കലരി, ഇച്ചിരി ചവ്വരിയും കൂടെ ഇട്ട് ഞാനൊരു പായസം ഉണ്ടാക്കാൻ തുടങ്ങി. അരി നല്ലവണ്ണം കഴുകി, അരിയും പയറും ചവ്വരിയും കൂടെ കഴുകി തിളച്ച വെള്ളത്തിലിട്ട് മുക്കാൽ ഭാഗത്തോളം വേവായപ്പം ശർക്കരപ്പാനി ഒഴിച്ചു. ആദ്യമേ ശർക്കരപ്പാനി ഒഴിച്ച് നമ്മൾ റെഡിയാക്കിയാൽ അരി വേവിച്ചാൽ ഒരുപാട് താമസം എടുക്കും അരി വെന്ത് വരാൻ. ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് അരി വേകാൻ ഒരുപാട് താമസം എടുക്കും. അതുകൊണ്ട് അരിയും പയറും ഒരുവിധം വെന്തതിന് ശേഷമേ ഈ ശർക്കരപ്പാനി അതിനകത്തിൽ ഒഴിക്കാവൂ. ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞ് അല്പം നെയ്യും അതിനകത്ത് ചേർത്തിട്ട് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് വീണ്ടും വേവിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പായസം അടിക്ക് പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. പായസം സാധാരണ നമ്മൾ ഇളക്കുമ്പം പണ്ട് മുത്തശ്ശി പറയുമായിരുന്നു, പായസം ഇളക്കുന്നത് ശ്രീ എന്നുള്ള അക്ഷരം വരച്ചുകൊണ്ട് വേണം. പായസത്തിനകത്ത് ചട്ടുകം കൊണ്ട് ശ്രീ എന്നുള്ള അക്ഷരം വരച്ചുകൊണ്ട് വേണം പായസം ഇളക്കാനെന്ന്. കാരണം അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാ ഭാഗത്തും ആ തവി ചെല്ലും. ശ്രീ എന്നുള്ള അക്ഷരം എഴുതുമ്പോൾ എല്ലാ ഭാഗത്തും തവി ചെല്ലും. അപ്പോൾ നന്നായിട്ട് ഇളക്കാൻ പറ്റും. അത് എല്ലാ ഭാഗത്തും ഇളക്കാൻ പറ്റും. അതാണ് അങ്ങനെ പറയുന്നത്. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് ഒരുവിധം കുറുകി വരുമ്പോൾ 1ാം പാലും ചേർത്തു. 1ാം പാലും ചേർത്ത് കഴിഞ്ഞപ്പം കുറച്ച് താമസം വന്നു കുറുകാൻ. ഒരുവിധം കുറുകിയപ്പോൾ പശുവും പാലും കൂടെ ചേർത്തു. പശുവും പാലും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുകി വന്ന സമയത്ത് കടുക് വറുത്തിടണ്ടേ, പായസത്തിന് കടുക് വറുക്കണ്ടേ. അതിനായിട്ട് നെയ്യ് ഒഴിച്ച് തേങ്ങ കൊത്തി അരിഞ്ഞത്, അതായത് നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ തേങ്ങ അരിഞ്ഞിടത്തില്ലേ, അതുപോലെ പായസത്തിനകത്തിൽ തേങ്ങ അരിഞ്ഞ് മൂപ്പിച്ചിടുക. നല്ല ടേസ്റ്റാണ്. പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്തൊന്ന് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതിന് തേങ്ങാക്കൊത്തും അരിഞ്ഞിട്ടു. കുറച്ച് 5-6 അണ്ടിപ്പരിപ്പ് വിട്ട് കടുക് വറുത്ത് നെയ്ക്കകത്ത് മൂപ്പിച്ച് പായസത്തിലൊഴിച്ചു. പിന്നെ ഒരു ഇതോടുണ്ട്, തനിപ്പാൽ, തേങ്ങയുടെ തനിപ്പാൽ ഒരു ശകലം എടുത്ത് വെച്ചിട്ട് അതിനകത്തിൽ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടെ കലക്കി പായസത്തിലൊഴിക്കണം. ഒഴിച്ചിട്ട് തിളപ്പിക്കരുത്. തനിപ്പാലൊഴിച്ചാൽ ഒരിക്കലും തിളപ്പിക്കരുത്. ഒന്ന് ചൂടാക്കി തീ ഓഫ് ചെയ്യുക. നല്ല സൂപ്പർ പായസം റെഡി.